അപ്പച്ചൻ ഇതാ പറയുന്നത്, എന്നെ പറഞ്ഞ് പറ്റിക്കുക. എടീ, ഒരു സിനിമ പോയാൽ വേറൊരു സിനിമ വരും. നിന്നെ സിനിമ കാണിച്ചെന്നാ പോരെ? വൈലിക്കുഞ്ഞെ, നീ ഇന്നലെ ഷാപ്പിൽ വെച്ച് ആരെങ്കിലും ആയിട്ട് വഴക്കുണ്ടാക്കിയോ? വഴക്കോ? ആരോടെ? ആരെങ്കിലും ആകട്ടെ വഴക്കുണ്ടാക്കിയോ? ആ, ഉണ്ടാക്കി കാണും. ആ, എന്നാൽ ആ പയ്യൻ ഇവിടെ വന്നിരുന്നു. ആര്? നീ വഴക്കുണ്ടാക്കിയില്ലേ, അതേ പയ്യൻ തന്നെ. എന്തിനു വന്നു? ആ, ഇന്നലത്തെ ബാക്കി ചോദിക്കാൻ. അപ്പച്ചോ, വന്ന് കിടക്ക്, എനിക്ക് ഉറക്കം വരുന്നു. വൈലിക്കുഞ്ഞെ, നീ നാളെ കാലത്ത് ആ വാലിപ്പറമ്പിൽ വരെ ഒന്ന് പോണം. എന്തിന്? ആ പയ്യൻ അവിടെയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ പോയി അവനോട് മാപ്പി ചോദിക്കണം. അച്ഛായ, മറുത്തൊരക്ഷരവും പറയണം. നാളെ തന്നെ പോണം, മനസ്സിലായോ? അച്ഛൻ എന്തായി പറയുന്നത്? ഇത് നല്ല കഥ. ഷാപ്പിൽ വെച്ച് കൊടുക്കാൻ വന്നു, പോരാഞ്ഞിട്ട് വീട് കയറി കൊടുക്കാൻ വന്നു. എന്നിട്ട് അച്ചായൻ പറയാ നീ പറഞ്ഞത് നേരാ. അവൻ പിന്നെയും ഉടക്കാൻ വന്നിരിക്കുക. അപ്പൊ അവനൊരു വെറുതെക്കാരനല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് വിചാരിച്ചു. ആരുമില്ലടാ അവിടെ. അങ്ങേരുണ്ടോ? എന്നാലും ഇങ്ങോട്ട് വിളി. ഉറങ്ങുക. ഉറങ്ങിയാൽ എന്താ? വിളിച്ച ഉണരത്തില്ലയോ? ഉണരും. എന്നാ പോ, ഉണർത്തടാ. പോയിട്ട് വേറെ ജോലിയുണ്ട്. ശരി. വരണം പൈലേശാൻ. വേണ്ട, ഇങ്ങോട്ട് വന്നാ മതി. അതെന്താ ഇങ്ങോട്ട് കയറുകയല്ലെന്ന് വാശിയാണ്? അച്ചായൻ പറഞ്ഞ് ഇവിടെ വന്നുകൊണ്ട് മാപ്പ് പറയണം. അച്ചായൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ വന്നത്. പൈലേശനെ കയ്യൊന്ന് കിട്ടിയാട്ടെ. പൈലി, നിനക്കൊരിക്കലും എന്നെ പിടികിട്ടുകയില്ല, എന്റെ ലക്ഷ്യം പിടികിട്ടുകയില്ല. പക്ഷേ എനിക്കിപ്പോ നിന്നെ അറിയാം, നിന്റെ ദൗർബല്യങ്ങൾ അറിയാം. കുറേശ്ശെയായേ എനിക്ക് നിന്നെ ആവശ്യമുള്ളൂ. വല്ലാത്ത എരിവ്. ആഹാ, അപ്പൊ എരിക്കും അല്ലയോ? എത്ര മുളകരച്ചാലും എരിവില്ല എരിവില്ല എന്നല്ലേ പരാതി. ഇന്ന് ഞാനത് കരുതി മുളകരച്ചു. ആഹാ, എന്നാലും കുറച്ചുകൂടെ കഴിക്കാം. ഒഴിക്കാൻ ഒഴിച്ചു കൊടുക്കടേ, നിറച്ചൊഴിച്ചു കൊടുക്ക്. നമ്മുടെ നാട്ടിൽ വന്നിട്ട് പട്ടിണി കിടന്നു എന്ന് പറയരുത്. ഒഴിച്ചു കൊടുക്ക്.
മതിയാവുമ്പോ പറയണം. മതിയാകുമെന്ന് തോന്നുന്നില്ല. അപ്പച്ചി, എന്താ ഒളിച്ചും പതുങ്ങി നോക്കുന്നത്? ഓടാൻ വരട്ടെ. സുശീലയുടെ ഒരു പടം ഞാൻ വരച്ചോട്ടെ? വേണ്ട. അതെന്താ വേണ്ടാത്തത്? എന്തിനാ എന്റെ പടം? കാണാൻ. അത് കാണാൻ കൊള്ളൂല. കാണാൻ കൊള്ളാവുന്നവരുടെ പടമല്ലേ വേണ്ടത്? കാണാൻ കൊള്ളില്ലെന്ന് ആരാ പറഞ്ഞേ? എനിക്കറിയാം. എന്തറിയാം? ഈ പടങ്ങളൊക്കെ എന്ത് ചെയ്യും? വിൽക്കും. കാശ് കിട്ടുവോ? ധാരാളം. ആ കാശൊക്കെ എന്ത് ചെയ്യും? എനിക്ക് ജീവിക്കാൻ പണം വേണ്ടേ? എന്റെ പടം വരച്ചാൽ വരച്ചാല് എന്റെ പടം വരച്ച് അതും നിൽക്കുവോ? ഇല്ല, നിന്റെ പടം മാത്രം ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. എന്തിന്? എനിക്ക് കാണാൻ, ചുമ്മാതിരിക്കുമ്പോ എടുത്തു നോയിക്കൊണ്ടിരിക്കാൻ. കള്ളം, പച്ചക്കള്ളം. എനിക്ക് ഇപ്പോഴും ഒന്നും കേൾക്കണ്ട. ഒരിളക്കം. എന്താ ഇളകിയാല്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് ഇളകിയാ ചിലപ്പോ കുഴപ്പമാവും. ഞാനങ്ങ് സഹിച്ചു. നിന്റെ അപ്പച്ചനെവിടെ? ഞാൻ കണ്ടില്ല. ഇവിടില്ലേ? ഇല്ല. വല്യപ്പച്ചനോ? ഇല്ല. ആഹാ, അപ്പൊ അമ്മന് തനിച്ചാന്നോ? ഒരു വൃത്തിയില്ല ഈ പെണ്ണിന്. വേണ്ടേ, ഞഞ്ഞാ മുഞ്ഞ വർത്താനൊക്കെ കൊള്ളാം. മേത്ത് തൊടരുത്. തൊട്ടാലെന്താ? വല്യപ്പച്ചനുണ്ട്. പിന്നില്ലെന്ന് പറഞ്ഞത്? ചുമ്മാ. വല്യപ്പച്ചോ! എന്താ മോളെ? വൈലിയാശാനെ കണ്ടില്ലല്ലോ. ആ, ഇന്ന് ചന്ദ്രദീസമല്ലേ, അവൻ വെളുപ്പിനെ പോയി കാണും. ഇനി രാത്രി 4 കാലയിൽ ഒരു വരവുണ്ട്. അതിന് വല്യപ്പച്ചന് ഒരു നഷ്ടമില്ലല്ലോ. അപ്പനുണ്ടാക്കുന്ന കാശുണ്ടല്ലേ അപ്പം കുടിക്കുന്നത്. അപ്പൊ പിന്നെ അമ്മിണിയെ കെട്ടിക്കാൻ ആര് കാശ് തരും? അത് ഞാനുണ്ടായിക്കോളും. അതാണ് അവളുടെ ഉദ്ദേശം, അല്ലയോടി? എന്നെ കെട്ടിക്കാൻ ആരും കാശുണ്ടാക്കണ്ട. പിന്നെ എന്നെ കെട്ടിക്കുകയും വേണ്ട. എനിക്കിഷ്ടമുള്ളതിനോട് ഞാനൊന്ന് ഇറങ്ങിപ്പോവും. പോവും പോവും. നീ ഇത് കണ്ടോ? മുട്ട് കണ്ട് ഞാൻ വെട്ടിയെടുക്കും. പിന്നെ വല്യപ്പച്ചൻ വേണ്ടാത്തൊക്കെ പറഞ്ഞ്. ഇല്ല, നിന്നോട് ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഇന്ന് തിരിച്ചെടുത്തു. ആ, തള്ളയില്ലാതെ വളർന്നതിന്റെ ദൂഷ്യമുണ്ട്. അമ്മിണിയുടെ അമ്മ? അവൾക്ക് അമ്മയില്ല. എന്ന് വെച്ചാല്? പൈലി ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ഒരു ദിവസം അവനോട് ചോദിച്ചു നോക്ക്. അവന് മാത്രമേ അതിന്റെ സത്യം അറിയാവൂ. അവനോട് ചോദിച്ചാൽ അവൻ പറയും. ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല.